ഓം മഹാശിവസ്വരൂപ യോഗീശ്വരായ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൻ്റെ വീഡിയോസിലും ഷോർട്സിലും എന്ത് പറയുമ്പോഴും അവസാനം ഹരി ഓം തത്സത് എന്ന വാക്ക് എന്ന മന്ത്രം പറഞ്ഞിട്ടാണ് നിർത്തുക. അപ്പോൾ ഈ ഹരി ഓം തത്സത്തിൻ്റെ അർത്ഥം എന്താണെന്ന് പലർക്കും അറിയില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഹരി ഓം തത്സത് എന്നുള്ളത് ഒരു സംസ്കൃത മന്ത്രമാണ്. ഇത് കൂടുതലായി നോർത്ത് ഇന്ത്യൻസ് ആണ് കേട്ടോ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അവർ എന്ത് പറയുമ്പോഴും നിർത്തുന്നത് ഹരി ഓം തത്സത്തിലായിരിക്കും. അപ്പോൾ ഹരി ഓം തത്സത് എന്ന ഈ സംസ്കൃത മന്ത്രത്തിൽ 4 വാക്കുകൾ കൂടി ചേർന്നതാണ് ഹരി ഓം തത്സത്. അത് ഹരി ഒന്ന്, ഓം, തത്, സത്, അങ്ങനെ 4 വാക്കുകൾ കൂടി ചേർന്നതാണ് ഈ മന്ത്രം. ഹരി എന്ന് പറയുന്നത് മഹാവിഷ്ണുവിനെ സൂചിപ്പിക്കുന്നു. താരം അല്ലെങ്കിൽ നമ്മുടെ ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ നാദം സർവ്വത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ ശബ്ദമാണ് ഓം എന്ന് പറയുന്നത്. അതിനെ സൂചിപ്പിക്കുന്നു. ഓം എന്നുള്ളത് മഹാദേവനെയും സൂചിപ്പിക്കുന്നു. തത് എന്ന് പറയുന്നത് അത് എന്ന് പറയുന്നത് ഇവിടെ എന്താണ് പ്രതിപാദിക്കുന്നത്? ഭഗവാനെ, സാക്ഷാൽ ആ പരബ്രഹ്മത്തെയാണ് നമ്മൾ തത് എന്ന രീതിയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. സത്ത് എന്ന് വെച്ചാൽ സത്യം. അപ്പോൾ ഹരി ഓം തത്സത്തിൻ്റെ അർത്ഥം എന്തായിരിക്കും? ഹരിയും ഹരനും അതുമാത്രമാണ് സത്യം. അത് ഒരർത്ഥം. വേറൊരർത്ഥമുള്ളത്, ഞാൻ എന്ത് വാക്കുകൾ സമർപ്പിക്കുമ്പോഴും നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോഴും അത് ഭഗവാനിലേക്ക് ഞാൻ അർപ്പിക്കുന്നു എന്ന അർത്ഥം കൂടി ഹരി ഓം തത്സത്തിനുണ്ട്. അപ്പോൾ ഞാൻ എന്ത് കാര്യം പറയുമ്പോഴും എൻ്റെ ഈ വാക്കുകൾ ഞാൻ എൻ്റെ ഭഗവാനിലേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിർത്തുക. ഇതാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് നല്ല കാര്യം പറയുമ്പോഴും ഹരി ഓം തത്സത്ത് പറഞ്ഞ് നിർത്താൻ ശ്രമിക്കുക. അതിനർത്ഥം നിങ്ങൾ പറയുന്നത് എന്തും നിങ്ങളത് ഭഗവാനിലേക്ക് സമർപ്പിക്കുന്നു എന്നാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ഹരി ഓം തത്സത്ത്.